പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ചുമ്മാ എടുത്ത് തുടങ്ങിയതാ. ഇവള് ഞങ്ങളെ രാത്രി ഉറക്കാറില്ല, അതുകൊണ്ട് പകൽ ഇവളങ്ങനെ സുഖിച്ച് കിടന്ന് ഉറങ്ങണ്ട. പിന്നെ അവസാനം ചീഞ്ഞ് പുഴുത്ത് വരുമ്പോ ഞാൻ അതെടുത്ത് കളയും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇത് വെച്ചിട്ട് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കണം. എന്ത് പറയണേ, ഇഡ്ഡലിയുടെ മാവ് വെച്ച് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കണം. ഈശ്വര. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. അപ്പോ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ വിചാരിച്ചു ഒരു ലെങ്തി വീഡിയോ എടുക്കാന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് തീരുമാനിച്ചത്. ഇന്ന് ആക്ച്വലി റേച്ചുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമാണ്. അതായത് അവർക്ക് ഓൾറെഡി ഒരു ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഞാൻ എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ യൂട്യൂബിൽ, കാണാത്തവർക്ക് പോയി കണ്ടു നോക്കൂ. അതിന്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റലിൽ വീണ്ടും ഇന്ന് പോവാണ്. അപ്പൊ ഇന്ന് ഞാൻ അതുകൊണ്ട് ലീവാണ്, ഞാനും ലീവാണ്, ചേട്ടായും ലീവാണ്. ഇന്നലെ രാത്രി റേച്ചു സീൻ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ഒരു നേരമായി. ആക്ച്വലി എനിക്കിപ്പോ ഉറക്കം തീരെ കിട്ടുന്നില്ല. കാരണം ഈ രാത്രി ഒന്നാമത് വിളി പാല് കുടിക്കാൻ എണീക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉറക്കം ബ്രേക്ക് ആയിപ്പോ പിന്നെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ കിറങ്ങിയ അവസ്ഥയിലാണ് ജോലിയിൽ ഇരിക്കുന്നത് പോലും. കാരണം എനിക്ക് ഉറക്കം തീരെ ശരിയാവുന്നില്ല. അപ്പൊ ആ ഒരു സ്ലീപ്പ് സൈക്കിൾ എങ്ങനെയെങ്കിലും ഒന്ന് പിന്നെ പ്രായമാവും തോറും പിള്ളേർക്ക് കുറച്ചും കൂടെ ഉറക്കം കൂടും. ഇവളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പാൽ കുടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റപ്പോ തന്നെ ഒരു നേരമായി. നമുക്ക് ഉറക്കമൊന്നും ശരിയായില്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റൂല. ഞാനും ചേട്ടായി ഒക്കെ എഴുന്നേറ്റപ്പോ ഒരു നേരമായി. ചേട്ടായി ആണെങ്കിൽ കാർ സർവീസ് കൊടുക്കാൻ പോയി. ലാസ്റ്റ് വീഡിയോയും ചേട്ടായി കാർ സർവീസിന് കൊടുക്കാൻ പോയപ്പോഴേട്ടല്ലേ, ഇത് മറ്റേ കാർ സർവീസ് കൊടുക്കാൻ പോയേക്കുക. അപ്പോ എന്തായാലും ചേട്ടായി ഇല്ല, ഞാനും റേച്ചു ചേച്ചി മാത്രമേ ഇവിടെ ഉള്ളൂ. വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയപ്പോ സെൽഫി സ്റ്റാൻഡ് കണ്ടില്ല. പിന്നെ അത് തപ്പാനായിട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലത്തെ വീട്ടിൽ പോയി, ഇവിടെ തപ്പി അവിടെ തപ്പി എല്ലാം തപ്പി അവസാനം ലാസ്റ്റ് സാധനം കാറിൽ നിന്ന് കിട്ടി. 10 മണിയായി സമയം. റേച്ചിന് കൊണ്ടുണ്ടാക്കി കൊടുത്തു കേട്ടോ. റേച്ചിന് ഇന്നലത്തെ ഇഡ്ഡലിയുടെ മാവരിപ്പുണ്ടായിരുന്നു. അപ്പൊ റേച്ചിന് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു. ഓൾറെഡി സാമ്പാർ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ജസ്റ്റ് ചൂടാക്കിയാൽ മതി. പിന്നെ ഇഡലിയും കൂടെ കുറച്ചുണ്ടാക്കാം. ആകെ ഞാൻ ചേച്ചി മാത്രമേ ഉള്ളൂ. കുട്ടിച്ചൻ മിക്കപ്പോഴും മുകളിൽ നിന്ന് തന്നെയായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അവൻ ചിലപ്പോൾ അവന്റെ പേസ്റ്റും ബ്രഷും മുകളിലായിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും പേസ്റ്റും ബ്രഷും. അപ്പോ അങ്ങനെ അവൻ മുകളിൽ പോയി പല്ലിയേക്കും, ചിലപ്പോൾ ഇവിടെ നിന്ന് കഴിക്കും, ചിലപ്പോൾ അവിടെ നിന്ന് കഴിക്കും. മിക്കപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറ്. ഇനിയിപ്പോ ജൂൺ മുതൽ അവന് സ്കൂള് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോഴത്തേക്കും എങ്ങനെയാവുന്ന ദൈവം തമ്പുരാന് മാത്രം അറിയാം. അപ്പൊ ഉറക്കം ശരിയായില്ലെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എനിക്ക് രാവിലെ പോകേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. ഇനിയിപ്പോ കുട്ടിച്ചൻ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ 6 മണിക്കെങ്കിലും മിനിമം എഴുന്നേക്കണം. എങ്ങനെ പോകുന്ന ദൈവം തമ്പുരാൻ അറിയാം. അപ്പൊ അങ്ങനെയൊക്കെ. ഇപ്പൊ ഞാൻ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. രാവിലത്തെ കുറെ ഓട്ടപ്പാച്ചിലും തിരക്കുകളും ഒക്കെയാണ്. ഇനിയിപ്പോ ഓൾറെഡി ലൈറ്റ് ഇട്ടാട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, മാവ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്റെ ഫ്രിഡ്ജ് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവും. ഈ ഫ്രിഡ്ജിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. ഞാൻ എന്ത് സാധനം ബാക്കി വന്നാലും ഉടനെ ഫ്രിഡ്ജിൽ കയറ്റും. എന്നാ അത് പിന്നെ എടുത്ത് കഴിക്കുവോ? അതുമില്ല. അത് അങ്ങനെ കാലാകാലങ്ങളോളം അവിടെ ഇരിക്കും ഗൈസ്. പിന്നെ അവസാനം ചീഞ്ഞ് പുഴുത്ത് വരുമ്പോ ഞാൻ അതെടുത്ത് കളയും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഓക്കെ, സെറ്റ്. അപ്പൊ ദേ എന്റെ ഇഡലിയുടെ മാവ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് കുറച്ച് ഇഡലി ഉണ്ടാക്കണം. എന്ത് പറയണേ, ഇഡലിയുടെ മാവ് വെച്ച് കുറച്ച് ഇഡലി ഉണ്ടാക്കണം. ഈശ്വര. ഓക്കെ, സംഭവം വെച്ചില്ല, ഇഡലി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ. അയ്യോ, അതിന് പിന്നെ വേറൊരു പണിയുണ്ട്. ഞാൻ ഇന്നലെ മറ്റേ മാങ്ങയും മീനും വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ലായിരുന്നു. മാങ്ങയും മീനും വെച്ചിരുന്നു, അത് തിളപ്പിച്ചില്ല കേട്ടോ. ദൈവമേ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാനിവിടെ മാങ്ങയും മീൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ മീൻകാരി ചേച്ചി ഇവിടെ വന്നായിരുന്നു. അപ്പൊ ചേച്ചി നല്ല സൂപ്പർ ചാളയും എന്തുവായിരുന്നു, കുറച്ച് കരിമീനൊക്കെ ഉണ്ടായിരുന്നു. കരിമീൻ വേണ്ടാന്നേ കാല് പിടിച്ച് പറഞ്ഞത്. അവസാനം ഇച്ചിരി അല്ലേ മോളെ, അതങ്ങ് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അവസാനം അതെന്റെ തലയിൽ വെച്ച് തന്നു. അങ്ങനെ ഞാനത് മേടിച്ചു. ഞാൻ സത്യം പറഞ്ഞ കടയിൽ പോയാൽ പോലും ഞാൻ കരിമീൻ മേടിക്കാത്ത ആളാണ് കേട്ടോ. പക്ഷെ ചേച്ചിയുടെ മീൻ ഭയങ്കര ഫ്രഷ് സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും മേടിച്ചത്. അപ്പൊ റേച്ചിന് ഓൾറെഡി ചേച്ചി 2 ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി മാവുകൊണ്ട് എനിക്കും ചേച്ചിയും കൂടെ ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെച്ചത്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് സാമ്പാറും കൂടി എടുത്ത് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. എനിക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് നിപ്പിനാണ് ഞാൻ വേർക്കുന്നത്. അയ്യോ, പണ്ട് അമ്മ ഇതേപോലെ അടുക്കള കയറുമ്പോൾ പറയുമായിരുന്നു, ഇടീ എനിക്ക് അടുക്കള കയറുമ്പോൾ വേർപ്പാണ്. അപ്പൊ ഞാൻ പുച്ഛിക്കുമായിരുന്നു. അമ്മ എന്തേ പറയണം, നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ്. അടുക്കള കയറുമ്പോൾ തന്നെ ആൾക്കാർ എങ്ങനെ വേർക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുച്ഛിക്കുമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ പോണം. അപ്പൊ ചേട്ടായി പോയിട്ട് വരണം. അപ്പൊ ചേട്ടായിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ. ചേട്ടായി വന്നിട്ട് വേണം പോകാനായിട്ട്. അതിന് മുന്നേ റേച്ചിന്റെ സാധനങ്ങള്, ഒരു കൊച്ചിനെയും കൊണ്ട് പോകണമെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയാലോന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു ലോഡ് സാധനം എടുത്തുകൊണ്ട് പോകണം. നമ്മൾ പറയും വേണ്ട. അയ്യോ, നല്ലൊരു പേരയ്ക്ക വെഴുത്ത് കിടപ്പുണ്ട് അവിടെ. കണ്ടാ നല്ല പഴുത്ത് കുടം പോലെ കിടക്കുന്ന പേരയ്ക്കാണേ. പക്ഷെ അത് കിട്ടുമോന്നറിയില്ല. മിക്കവാറും വല്ല കാക്കയ്ക്ക് തിന്നാനായിരിക്കും യോഗം. പോട്ടെ. അപ്പൊ അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം, ഡ്രസ്സ് മാറണം. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോവാൻ റെഡിയായി.
അപ്പൊ ഞങ്ങൾ എവിടെ പോവാണ് നമ്മേ? ഡോക്ടറിനെ കാണാൻ പോവാണ്. ഞാൻ ഡോക്ടറിനെ കാണാൻ പോവാ അല്ലേ രേച്ചുമ്മ? ഓക്കെ, അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പം ഞങ്ങൾ ദേണ്ട ഇറങ്ങി. ഇപ്പം ചേട്ടായി കാർ എടുക്കാൻ പോയേക്കുവാണ്. അപ്പോൾ കാർ എടുക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ റേച്ചും കൂടെ ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു ഫാഷൻ ഷോ, അത്രേ ഉള്ളൂ. എന്തുവാ രേച്ചു? ഞങ്ങൾ പുതിയ ഉടുപ്പും പുതിയ സൂസ് കണ്ടോ? ഞങ്ങളുടെ സൂസ് അവളാ സൂസ് ഇട്ട പിന്നെ ഭയങ്കര സൂസിലേക്കുള്ള നോട്ടാണ്. കണ്ട ഞങ്ങളുടെ പുതിയ സൂസ്. ഇതെവിടെ ഇരിക്കണേ? കുട്ടിയോടൊപ്പം ഇട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ പോകുന്നേ. അപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. റേച്ചുവിനാണെങ്കിൽ ചിലരോട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഇരുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചുമ്മാ എടുത്ത് തുടങ്ങിയതാ. അപ്പൊ ഞങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ ഇല്ല കേസ്. ഞങ്ങള് പെട്രോൾ അടിക്കാൻ പോവാണ്. നിൽക്കാനായിട്ട് 2 ഡ്രസ്സ് എനിക്ക് മാസങ്ങളായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. പുറകിൽ ഡിക്കിയിലുണ്ട്. അപ്പൊ അതൊന്നും എടുത്ത് അയക്കാൻ കൊടുത്തിട്ട് വരാം. ചേട്ടയ്ക്ക് പാട്ട് വെക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പാടിക്കൊടുക്കാന്ന്. എന്താ ചെയ്യാ? റേച്ചു നമുക്ക് പാട്ട് പാടിയാലോ? അപ്പൊ നമ്മള് തുണി തയ്ക്കാനായിട്ട് മനുഷ്യരിടയ്ക്ക് പാട്ട് വെച്ചോണ്ടിരിക്കുന്നത് കോപ്പിറൈറ്റ് അടിക്കും. അപ്പൊ നമ്മള് തുണി തയ്ക്കാനായിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്തു. ഇല്ല റേച്ചുമ്മ? എന്നിട്ട് ഞങ്ങള് ഇറങ്ങി വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്താ പറയണ്ടേ ചേട്ടേ? എന്താ പറയണ്ടേ? എന്തൊക്കെയോ എടുത്തു, ഞാൻ ശ്വാസം വിട്ടു. ഇനി എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ മറന്നുപോയി. ഇവിടെ ഭയങ്കര മഴക്കാർ കേട്ടോ. രാവിലെ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു. ശരിക്കല്ലേ? ആയിട്ട് പറഞ്ഞു ഭയങ്കര മഴക്കാർ. ഡൈബർ സുഖു വണ്ടി ഓടിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ മുളന്തുരുത്തി ടൗൺ. കണ്ടോ എന്ത് മഴക്കാരല്ലേ? പക്ഷെ മഴ പെയ്തിട്ട് ഭയങ്കര ചൂടാണ്. നല്ലൊരു മഴയാണെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോ ചെറുതായിട്ട് പെയ്തോണ്ടായിരിക്കും. നല്ല ചൂടുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് ആണോ? എന്നിട്ട് എന്ത് മേടിക്കാനാ എക്സ്ചേഞ്ച് ചെയ്ത്? ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നയനി. എല്ലാ വണ്ടിയും ഇഷ്ടാ. പക്ഷെ എല്ലാ വണ്ടിയും മേടിക്കാൻ പറ്റൂലല്ലോ, കാശില്ല. ഫ്രീ ആയിട്ട് അറിയാൻ തരുമായിരുന്നെങ്കിൽ എല്ലാ വണ്ടിയും മേടിക്കാറില്ലേ ചേട്ടി? ചേട്ടി സുന്ദരനല്ലേ? അപ്പോ കൈ താങ്ങാൻ വേണ്ടി എന്റെ ഷോൾഡർ കൈ വെക്കാൻ പറ്റത്തില്ലാത്തോണ്ട് ഞാൻ മറ്റേ സാധനം ഇവിടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് ക്യാമറ അങ്ങോട്ട് അന്നേരം ബാക്കി മറ്റേ ഇത് വെക്കാൻ പറ്റില്ല. എനിക്ക് ചേട്ടായിട്ടുണ്ടല്ലോ ഒരു സാധനം മേടിച്ചെന്നായിരുന്നു നമ്മുടെ. അപ്പൊ എനിക്കൊരു ഫോൺ സ്റ്റാൻഡ് മേടിച്ചെന്നായിരുന്നു. അത് പക്ഷെ ഫോണിന്റെ പുറകിൽ ഒരു മാഗ്നറ്റ് പോലത്തെ സാധനം വെക്കണം. അപ്പൊ അപ്പോഴത്തേക്കും ഞാൻ ആ മാഗ്നറ്റ് ഫോണിന്റെ പുറകിൽ വെച്ചപ്പോഴത്തേക്കും അതിന്റെ ഫോണിന്റെ കവർ അടിച്ചുപോയി കേസ്. അപ്പൊ പിന്നെ ആ സ്റ്റാൻഡ് കൊണ്ട് വലിയ ഉപയോഗമല്ല, കാരണം ആ ഫോണിന്റെ കവർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം മേടിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കണ്ടല്ലോ. ഓ ഐ സി. മറിയും നല്ല വണ്ടിയില്ലേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഉറങ്ങിപ്പോയ കൊച്ചിനെ ഞാൻ ഉമ്മ വച്ചടിപ്പിച്ചു ഗൈസ്. ഉറങ്ങി തൂങ്ങി വന്നതാണ് പാവം. പകരത്തിന് പകരം രാത്രി നിന്നെ ഉറക്കില്ല കണ്ടോ? അതെ, ഇവള് ഞങ്ങളെ രാത്രി ഉറക്കാറില്ല. അതുകൊണ്ട് പകൽ ഇവളങ്ങനെ സുഖിച്ച് കിടന്ന് ഉറങ്ങണ്ട. നിന്നെ ഉറക്കത്തില്ലടി ഞാൻ. കരഞ്ഞോ? എന്ത് സീനാന്നറിയാ അവള് രാത്രി ചുമ്മാ കിടന്ന് കരഞ്ഞോണ്ടിരിക്ക. ഇപ്പൊ വീണു പോവേ. കട്ട് ചെയ്യാൻ പറഞ്ഞത് പോലും ഞാൻ കട്ട് ചെയ്യില്ല. അപ്പോഴാണ് നാട്ടിലും വീട്ടിലും ഉള്ള വില ഞാൻ ശരിയാക്കി തരഞ്ഞു. ഒന്നിനെ പറയാവോ? അതങ്ങനെ വിട്ട പറയട കുട്ടാ, ഒന്നുകൂടെ പറയട കുട്ടാ. എന്തോരം പച്ചക്കറിയല്ലേ അച്ചോടിയേ. അത് തൂങ്ങിപ്പോയി. എന്റെ ദൈവമേ, ഞാൻ എഴുന്നേപ്പിക്കും. അങ്ങനെ രാത്രി നീ ഞങ്ങളെ എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് പകല് നീ ഉറങ്ങണ്ട കേട്ടോ, സൈക്കോ മമ്മി. അച്ചടാ, പിള്ളേർ ഉറങ്ങണോണ്ട് എനിക്ക് മുമ്പ് വയ്ക്കണം. എന്തെന്നറിയാൻ പാടില്ല, ഒരു പ്രത്യേക രസം തോന്നുന്നല്ലേ. ആട്ടത്തൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാമായിരുന്നു, പക്ഷെ കോപ്പിറൈറ്റ് ഇരിക്കുന്നോണ്ട് മ്യൂസിക് ഇടാൻ പറ്റൂല ഗൈസ്. ഇനി
കണ്ണീരൊന്നും വേണ്ട. അങ്ങനെ റേച്ചു ഇതാ ഉറങ്ങില്ലേ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പാവം, ഈ സമയമൊക്കെ അവള് നല്ലപോലെ ഉറങ്ങണ സമയമാണ്. പക്ഷെ വേറെ വഴിയില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാത്ത വേറെ വഴിയില്ല. ഫൈനലി ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ് കേട്ടോ. എന്നാ മഴയാണെന്നറിയോ, ഒന്നാമത് മുകളിൽ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പം എന്നെ റേച്ചുനെയും ചേട്ടായി ഹോസ്പിറ്റലിൽ ഇറക്കി വിട്ടിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയായിരുന്നു. കാരണം തിരിച്ചു വരുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് കൺസൾട്ടേഷൻ ഫീ എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരുന്നാൽ മതിയല്ലോ. ആ ഫ്രണ്ടിൽ കാണുന്ന ചെറിയൊരു ക്യാൻറ്റീൻ ആണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ ചെന്നാലും അവിടെ നിന്ന് ചായ കുടിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ചായ കുടിക്കാൻ സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ റേച്ചുനെ വിളിച്ചു കേട്ടോ. സാധാരണ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ ഈ പ്രാവശ്യം അത്രയും വെയിറ്റ് ചെയ്യണമെന്നില്ല. നേരത്തെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറെ അല്ല കേട്ടോ ഇന്ന് കൺസൾട്ട് ചെയ്തത്. കാരണം ആ മാമിന് ലീവ് ആയിരുന്നു. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടറിനെയാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. റേച്ചുവിന് കഴിക്കാനായിട്ട് ഞാൻ ഇഡ്ഡലിയും പഴം എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ഇഡ്ഡലി അങ്ങ് എടുത്തു കൊടുത്തു. പക്ഷെ ഭയങ്കര വലിയ താല്പര്യത്തോടു കൂടി അല്ല കഴിച്ചത്. വലിയ വിശപ്പില്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ആൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി കുറച്ച് നേരം പുറത്തേക്കൂടെ ഒക്കെ കൊണ്ട് നടന്നേ. നിങ്ങൾ വെയിറ്റിംഗിലാണ് ഗൈസ്. ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ പെട്ടെന്ന് കടന്നെങ്കിലും അതിൻ്റെ പകരം നിർത്ത് മൈക്രോസ്കോപ്പി റൂമിലെ ഫ്രണ്ടിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. കാരണം ഇയറിൻ്റെ ഇൻഫെക്ഷൻ ഇപ്പോഴും ഉണ്ടോ എന്ന് അറിയാനായിട്ട് മൈക്രോസ്കോപ്പി റൂമിൽ കയറി ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റേച്ചുവിനെ കുറച്ച് നേരത്തെ വിളിച്ചതായിരുന്നു. പക്ഷെ അവൾ കരഞ്ഞതുകൊണ്ട് ചേട്ടായി ഇവളെ എടുത്തുകൊണ്ട് കുറച്ച് നേരം പുറത്തേക്ക് നടക്കാൻ പോയായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് അവളെ വിളിച്ചത്. അപ്പോൾ അവൾ വരാത്തതുകൊണ്ട് വേറെ ആൾ കയറിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ കാണിച്ചാൽ മാത്രം സൗണ്ട് വരും. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനോട് അവസാനം വിളിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും റേച്ചു നേരത്തെ ചെന്നതുപോലെ തന്നെ ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. ഇതിന് മുന്നേ ചെന്നപ്പോഴും ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നേ. ബെസ്റ്റ്, അതിപ്പോൾ തന്നെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ചെവിയിൽ പുരട്ടി ഓയിൻമെന്റ് പോവാതിരിക്കാനായിട്ട് ചെറിയൊരു കോട്ടൺ ഡോക്ടർ വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവർക്ക് ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ അപ്പം തന്നെ അത് എടുത്ത് കളഞ്ഞിട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചേട്ടായുടെ ടീഷർട്ടും എൻ്റെ ഹാൻഡ് ബാഗും നമ്മൾ ഭയങ്കര മാച്ചിങ് ആണെന്ന് പറയുന്നത്. കാറ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് കുറച്ച് നടക്കണം കേട്ടോ. അപ്പോൾ ചേട്ടായി കാർ എടുത്ത് വരുന്നത് വരെ വെറുതെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഞാനും കൂടെ അങ്ങ് പോയി. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റേച്ചുവിന് ചെറുതായിട്ടൊരു ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അവരൊരു ഡ്രോപ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രോപ്സ് യൂസ് ചെയ്തിട്ട് 3 ആഴ്ച കഴിഞ്ഞ് ഫോളോ അപ്പിന് വേണ്ടി വരാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഡ്രോപ്സ് യൂസ് ചെയ്യേണ്ട, തൽക്കാലം നിർത്തി നോക്കാൻ പറഞ്ഞു. അപ്പോൾ സമയം ഏതാണ്ട് 3 മണിയായി. നല്ല മഴയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മുതലുള്ള മഴയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ട്, വിശക്കുന്നുണ്ട്. 3 മണിയായി, ചോറൊന്നും കിട്ടത്തില്ല. ഞങ്ങൾ എവിടത്തായിരുന്നു ചേട്ടൻ? നമ്മുടെ അതല്ല ബൃന്ദാവൻ. ഞങ്ങൾ യൂഷ്വലി ഇവിടെ വരുമ്പോൾ ബൃന്ദാവനിലെ നല്ല സൂപ്പർ ഊണാണ്. അവിടെ നിന്നാണ് കേട്ടോ സാധാരണ ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറ് കഴിക്കാറ്. പക്ഷെ ഇപ്പൊ 3 മണി ആയതുകൊണ്ട് എന്തായാലും 3 മണി തീർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ തീർന്നു. എനിക്ക് അവിടുത്തെ ചോറ് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പം അവിടെ എന്തായാലും തീർന്നിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി തക്കാരം ഉണ്ട് ഇവിടെ, അവിടത്തെ ബിരിയാണി അടിപൊളിയാണ്, എന്നാ പിന്നെ അവിടെ പോയി കഴിച്ചേക്കാന്ന്. അവിടെ പോയാ പറയാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ തക്കാരത്തിലെത്തിയിട്ടോ. അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ചേട്ടായിട്ട് ഇവിടെ കൂടിയപ്പോൾ മുതൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കുന്നതാണ്. ഇവരുടെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. കാരണം എനിക്ക് പൊതുവെ അങ്ങനെ ബിരിയാണിയിൽ ഓവറായിട്ട് മസാല ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള മസാല ഇടാറുള്ളൂ. കാരണം നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ മസാലയുടെ ഫ്ലേവർ അല്ല കൂടുതൽ നിൽക്കണം, റൈസിന്റെ ഫ്ലേവർ ആയിരിക്കണം, ചെറിയ മസാല വേണം. എനിക്കതാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ ഭയങ്കര കാര്യമായിട്ടിരുന്നു. ചേട്ടയുടെ ആല ഊരാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. കടിച്ചു ഊരാനാണ് അവള് നോക്കുന്നത്. വിശക്കുന്നു. ശരി, ഫസ്റ്റ് ചേട്ടായി കഴിക്കും, പിന്നെ ഞാൻ കഴിക്കും. മുടിക്കുത്തിന് പിടിച്ചിട്ട് വലിച്ച് മൂക്ക് മുറിഞ്ഞു തോന്നുന്ന മുറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ കണ്ടറിയില്ല. അതാവണം ചോര വരുന്നില്ല, അതാണ് ഇവളുടെ പ്രത്യേകത. മുറിഞ്ഞതായിട്ട് മനസ്സിലായി. നല്ല വേദനിച്ചു എനിക്ക്. അപ്പം നല്ല യമ്മി ഫുഡ് വന്നിട്ടുണ്ട്. ചേട്ടായി പൊറോട്ടയും ബീഫും, ഞാനൊരു ബിരിയാണിയും, പിന്നെ ഞങ്ങളൊരു ചിക്കൻ 65 കൂടെ പറഞ്ഞായിരുന്നു. റേച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം ചേട്ടായി കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിച്ചാൽ മതി. കാരണം ആദ്യം കഴിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കഴിക്കേണ്ടി വരും. അയ്യോ ചേട്ടായി കഴിച്ചില്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ചേട്ടായി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ട്. കഴിച്ചിട്ട് പറയേ എങ്ങനെയുണ്ടെന്ന്. ഇവക്കാണെങ്കിൽ ഇട്ട് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ റേച്ചു കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് കഴിക്കാൻ പറ്റില്ല റേച്ചു.
കഴിക്കാൻ വയ്യായിരിക്കും. അത്ര വേണ്ട, ഭയങ്കര നല്ലതാ കഴിക്കുമ്പോഴേ ഫീല്. എനിക്ക് റേജുവിന് ഫുഡ് കണ്ടോണ്ടിരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ റേജു ഫുഡ് വന്നപ്പോൾ മുതൽ കരച്ചിലാണ്. പക്ഷെ അവർക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ, ഏരിയല്ല. അപ്പൊ ഇതെല്ലാം കണ്ടോണ്ടിരുന്ന ഒരു വെയിറ്റർ ഏട്ടൻ റേജുവിന് കുറച്ച് ചോറ് എടുത്തോണ്ട് തന്നെ. ചോറ് പിന്നെ കുറച്ച് പായസം തന്നു. പക്ഷെ ഞാൻ പായസം അധികം കൊടുത്തില്ല, കാരണം അവർക്ക് ഇങ്ങനെ ഒരുപാട് മധുരം കൊടുത്തിട്ടില്ല കേട്ടോ. അവളൊരു ഇച്ചിരി ചോറുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ ഒന്നാമത് ഉറക്കം അങ്ങനെ ശരിയായിട്ടില്ല, അതിന്റെ ഒരു മൂഡ് ഓഫ്. അപ്പൊ ചേട്ടായി കഴിച്ചു കഴിഞ്ഞ് കൊച്ചിനെ എടുത്തോണ്ട് പോയിട്ടോ. അങ്ങനെ എന്റെ കൂടെ വന്നെത്തി ഗൈസ് ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും വരുമ്പോൾ ഈ ചേട്ടനെ കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഈ ചേട്ടനോട് നല്ല കമ്പനിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഞാൻ നോക്കുമ്പോൾ എന്റെ ലിപ്സ്റ്റിക് മൊത്തം പോയി. അപ്പൊ ഞാൻ പറയായിരുന്നു ബിഫോർ ഫുഡ് ആൻഡ് ആഫ്റ്റർ ഫുഡ് ലിപ്സ്റ്റിക് നോക്കിയാൽ മനസ്സിലാവുന്നു. പോണ വഴിക്ക് നല്ലൊരു മീൻ കട ഉണ്ട്. അപ്പൊ കുറച്ച് മീൻ മേടിച്ചു, കാരണം ശനി ഞായറും ഒക്കെ മുകളിലത്തെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് കുറച്ച് മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാമല്ലോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഈ മീനിന്റെ പേര് എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ, കോല എന്നാണ് ഈ മീനിന്റെ പേര്. ഞാൻ പഠിച്ചു ഗൈസ്. മീൻ മേടിക്കാൻ തന്നപ്പോൾ നല്ല മഴയായിരുന്നേ. ചേട്ടയാണെങ്കിൽ കാറിനകത്ത് നിന്ന് റേച്ചിനെ തകൃതിയായിട്ട് ഉറക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇടയിൽ കയറിയിട്ട് രോഹു മീനൊക്കെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റേച്ചു ഭയങ്കര കരച്ചില്. അങ്ങനെ പാലൊക്കെ കൊടുത്ത് റേച്ചുവിനതേ ഉറക്കി. റേച്ചു ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. അപ്പൊ ഞങ്ങള് വീടെത്താറായി. ഇനിയിപ്പോ ചെന്നിട്ട് എന്താ ചേട്ടാ പരിപാടി? ചേട്ടയെ വണ്ടി കാറ് സർവീസിന് കൊടുത്തിട്ടുണ്ട്. മറ്റേ കാറ് അത് എടുത്തോണ്ട് വരാനായിട്ട് പോവാണ്. കുട്ടിച്ചനെ കൊണ്ടായിരിക്കും പോണല്ലേട്ടെ. എന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് എന്റെ മുഖത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. വിത്ത് ലിപ്സ്റ്റിക് ആൻഡ് വിത്തൗട്ട് ലിപ്സ്റ്റിക് ആഫ്റ്റർ ഹാവിങ് ഫുഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ ചെല്ലണം, ചേരം കയറി കിടക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.